ചിയ സീഡ്സ് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള 3 തരം പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ചെറി, നേന്ത്രപ്പഴം, പച്ചമുന്തിരി ഇത് മൂന്നും ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതിൽ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഈ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ചിയ സീഡ് ഞാൻ ഇവിടുത്തെ കാരിഫോറിൽ നിന്നും തൂക്കി വാങ്ങിച്ചതാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് കിട്ടുമായിരിക്കും. നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലിട്ട് വെക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചിയ സീഡ്സാണ് ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് 1.5 കപ്പ് പാല് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സിന് 1/2 കപ്പ് പാലാണ് വേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലാകുമ്പോൾ നമ്മുടെ പുഡിങ്ങിന് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. പശുവിൻ പാലിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇത് നമുക്കിവിടെ അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. സബ്ജ സീഡ്സ് പോലെയല്ല, ഇതിന് കുറച്ച് കൂടുതൽ ടൈം വേണം പൊങ്ങി വരാൻ. ആ സമയം കൊണ്ട് നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ പഞ്ചസാര നന്നായി മെൽറ്റായി ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നന്നായി മെൽറ്റായി ഇതിൻ്റെ കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് പഴം ചേർക്കാം. ഈ പഴം ഈ കാരമൽ സിറപ്പിലിട്ട് നന്നായിട്ട് വിളയിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ പഞ്ചസാരയെല്ലാം പഴത്തിൽ നന്നായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. നന്നായി തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കിത് പുഡിങ്ങിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മൾ കുതിരാൻ വെച്ച ചിയ സീഡ്സ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ചിയ സീഡ്സും തേങ്ങാപ്പാലും കൂടി നല്ല കട്ടിയുള്ളൊരു മിക്സായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനേക്കാളും കട്ടി വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് തേങ്ങാപ്പാലിന് ഒരു 4 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. ഇത് ഒരു ചെറിയ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കൂട്ടാം. ഈ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർക്കാം, അതായത് പട്ട പൊടിച്ചത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. പക്ഷെ നല്ലൊരു ഫ്ലേവറാണ് ഈ സിനമൺ പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ചെറി പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ചെറിയും കാഷ്യൂനട്ടും ചേർത്തിട്ടുള്ള പുഡിങ്. 10 ചെറിയും 12 കാഷ്യൂനട്ടുമാണ് എടുത്തിട്ടുള്ളത്. കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൂടി ചേർക്കണം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഈ ചെറി നമ്മൾ നാട്ടിലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറിയാണ്. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പേസ്റ്റ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോക്കനട്ട് മിൽക്ക് ചിയ സീഡ്സ് മിക്സ് ചേർക്കാം. ഗ്ലാസ് നിറയെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ 2 ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം റോസ്റ്റഡ് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് ചെറി കട്ട് ചെയ്തതും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെറി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്ത പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കോക്കനട്ട് മിൽക്കും കൂടി ചേർത്ത് ബൂസ്റ്റും കോക്കനട്ട് മിൽക്കും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച പഴം ചേർക്കാം. പഴത്തിൻ്റെ പകുതിയോളം മാത്രമേ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കോക്കനട്ട് മിൽക്കും ചിയ സീഡ്സും ചേർന്ന് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ് നിറയെ ഒഴിച്ചതിന് ശേഷം ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതും 2 ചെറിയ ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള പഴം മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പുഡിങ്ങും ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മൂന്നാമത്തേത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പച്ച മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയെടുത്ത മുന്തിരിയാണിത്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് ഞാനിവിടെ അരച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചിയ സീഡ്സ് കോക്കനട്ട് മിൽക്ക് മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ 2 ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ മുകളിൽ പച്ചമുന്തിരി കട്ട് ചെയ്തത് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അല്പം പിസ്ത കട്ട് ചെയ്തതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മൂന്നാമത്തെ പുഡിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2-3 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി കട്ടിയായി വരും. എന്ന് വെച്ച് നമ്മൾ സാധാരണ പുഡിങ് ഉണ്ടാക്കിയ പോലെ ഉറച്ചു വരുമൊന്നുമില്ല. അല്പം ഒന്ന് കട്ടിയായിട്ട് വരുള്ളൂ. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിത് 2-3 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നന്നായി തണുത്തിട്ടുണ്ട് പുഡിങ് എല്ലാം. പുഡിങ് നേരത്തെ ഉള്ളതിനേക്കാളും അല്പം ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനാണ് ഇത് പറ്റുള്ളൂ. നമുക്ക് കട്ട് ചെയ്തെടുക്കാനോ അങ്ങനെയൊന്നും കഴിയില്ല ഇത്. എങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള പുഡിങ്ങാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് രാത്രി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക്